ഞാനൊരു ട്രീറ്റ്മെൻറ്റിലാണ്, കിംസിലാണ്. ഇപ്പോൾ ഒരു ഇതാണ്ട് ഒരു 15 സ്റ്റിച്ചുണ്ട്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരെയാണ്. അപ്പം ഈ ഞാൻ അപ്പോൾ ഇന്നത്തെ പത്രമൊന്നും കണ്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാ. പറയൂ. അത് ഇനിയും വരും. ആരോപണങ്ങൾ ധാരാളം വരും. ആരോപണങ്ങളെ ഇനി ധാരാളം വരും. കാര്യം ഇതിൻ്റെ പുറകിൽ പല ഉദ്ദേശങ്ങളുള്ളവരുണ്ടാവും. പൈസ അടിക്കാനുള്ളവർ, അല്ലെങ്കിൽ മുമ്പ് അവസരങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നവരുടെയൊക്കെ എല്ലാവരും പുറത്ത് വരും. പക്ഷേ ഇതിനൊരു അന്വേഷണം ആവശ്യമാണ്. WCC ഒക്കെ പറഞ്ഞത് കറക്റ്റാണ്. അതിന് ക്ലിയറായിട്ടൊരു അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിനകത്ത് തെറ്റുകാരെന്ന് അറിയാം. തെറ്റ് ചെയ്യാത്തവർ പോലും ഇതിനകത്ത് പെടുത്തുമല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ സർക്കാർ തന്നെ എന്തോ പുതിയൊരു ഇതിനൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറയുമല്ലോ. അന്വേഷണം വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് വരും. നമ്മൾ അന്വേഷണം വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ രണ്ട് സൈഡിൽ നിന്ന് വേണം. കാര്യം ഇതിൽ പറയുന്ന ആൾക്കാർ ഇതിനകത്ത് തെറ്റുകാരാണെങ്കിൽ ശേഷിക്കണം. കള്ള പരാതിയായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ അതും നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടാണ്. അത് അന്വേഷണം വരണം. പിന്നെ തീർച്ചയായിട്ടും ഞാൻ എന്താ പറയുക, അമ്മയുടെ ഒരു സ്ഥാപക അംഗമാണ്. 10-18 കൊല്ലം കഴിഞ്ഞ കമ്മിറ്റിയിൽ വരെ ഞാൻ വൈസ് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അവനകത്ത് പറഞ്ഞ കാര്യം മെമ്പർഷിപ്പിന് വേണ്ടി പൈസ വാങ്ങിക്കുക അങ്ങനെയുള്ള അന്യായം നടന്നു എന്നുള്ള കാര്യം എൻ്റെ അറിവിലില്ല. അങ്ങനെ നടക്കത്തില്ല. കാര്യം ഇതിനൊക്കെ ഒരാളൊരു ഫോട്ടോ വെച്ച് ആപ്ലിക്കേഷൻ അയച്ച് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരുമ്പോൾ അവിടെ ഈ ആർട്ടിസ്റ്റ്, ഈ ആണോ പെണ്ണോ, ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കമ്മിറ്റിയിൽ 17 പേര് ആർക്കെങ്കിലും പരിചയമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ട്. നമ്മളിവിടെ 2 പടത്തിൽ ചെറിയ വേഷം കൊള്ളാം എന്ന് പറയുമ്പോഴാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ ഇവിടെ നിന്ന് ഈ പറഞ്ഞ ഒരു അങ്ങനത്തെ ഫീസ് കളക്ട് ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഔട്ട് ഓഫ് ദ വേയിൽ ഒരാളവിടെ അങ്ങനെ കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരുടെ പേരെന്താ പറയുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഫോട്ടോ കാണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് എൽസമ്മ എന്ന എൻ്റെ ആൺകുട്ടി എത്ര 10-25 കൊല്ലമായില്ല അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അല്ല, അത് എന്താ ചെറിയ വേഷമാണ്. ഇടവേള ബാബു ശ്രദ്ധിക്കുമെന്നുള്ളതല്ല. ആര് പറഞ്ഞാലും അന്വേഷണം വരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു സുതാര്യത വേണം. സത്യസന്ധമായിട്ട് ഇത് കണ്ടുപിടിക്കണം എൻ്റെ അഭിപ്രായം. അതെന്തായാലും ആണിൻ്റെ പക്ഷത്തു നിന്നായാലും പെണ്ണിൻ്റെ പക്ഷത്തായാലും ഒക്കെ. കാര്യം ഇവരൊക്കെ WCC ഒക്കെ വന്ന് കൊണ്ടാണ് ഇതിന് ശക്തി ഉണ്ടായതും ഇങ്ങനെ ഒരു കമ്മീഷനെ വെച്ചതും അന്വേഷണം വന്നത്. അപ്പോൾ 100% ശരിയാണ്, അന്വേഷണം വേണം. ഓക്കെ, ഞാൻ തെറ്റുകാരനാണെങ്കിൽ എന്നെ ശിക്ഷിക്കുന്നതാണ്. എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് അതിനെ സോറി.